ആണ്ടുവട്ടത്തിലെ 18-ാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രധാനമായി 2 കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ വരുന്നത്. ഒന്ന്, ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. അനുകമ്പയുടെ മുഖം ശൂന്യവൽക്കരണമാണ്. ദൈവത്തിൻ്റെ പേര് അനുകമ്പ എന്നാണ്. സഹിക്കുന്നവനൊപ്പം നിന്ന് സഹിക്കുന്നതാണ് അനുകമ്പ. അവന് സംഭവിച്ചത് എനിക്ക് സംഭവിച്ചാൽ ഞാൻ എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുമോ അത് മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നതാണ് അനുകമ്പ. യഥാർത്ഥ അനുകമ്പ ഇരിക്കപ്പുറതി ഇല്ലാതാവുന്ന അവസ്ഥയാണ്. അനുകമ്പ അസ്തിത്വത്തിൽ അനുഭവിക്കുന്ന തീവ്രമായ വേദനയും കൂടിയാണ്. ഈ വേദന കൊണ്ട് യേശു വല്ലാതെ നൊമ്പരപ്പെട്ടിട്ടുണ്ട്. ഒരു വേള യേശു അനുഭവിച്ച ചാട്ടവാറടിയേക്കാൾ വലിയ പ്രഹരമായിരിക്കാം അത്. അനുകമ്പ ശൂന്യവൽക്കരണത്തിലേക്കാണ് നയിക്കുന്നത്. ശുശ്രൂഷയിലേക്കും സ്വയം മറ്റുള്ളവർക്കായി ഉപ്പായി, പ്രകാശമായി, പുളിമാവായി കാൽവരി മലമേൽ പ്രകാശിക്കാനുള്ള വിളിയാണ് അനുകമ്പ. ഈ അനുകമ്പയാണ് യേശുവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യേശുവിന് ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുകമ്പയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. 2, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ, അഥവാ അവർക്ക് അപ്പം കൊടുക്കുവിൻ. 2-1. യേശുവിനും അപ്പസ്തോലന്മാർക്കും ഒരു നേരം കഷ്ടിച്ച് ഭക്ഷിക്കാനുള്ളതാണ് 5 അപ്പവും 2 മത്സ്യങ്ങളും. യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് അവരുടെ അപ്പം ജനത്തിന് പങ്കുവയ്ക്കാനാണ്. ആദ്യം അവർ വിസമ്മതിച്ചു, പിന്നെ അവർ വഴങ്ങി. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത ഓരോ ശിഷ്യനും യേശു ഓരോ കുട്ട നിറയെ അപ്പവും മീനും തിരികെ കൊടുക്കുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണല്ലോ ചൊല്ല്. കൊടുക്കുക, അവൻ അമർത്തി കുലുക്കി കൊള്ളിച്ച് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്ന് യേശു തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2-2. മനുഷ്യജീവിതവുമായി ഇഴുകിച്ചേർന്നതാണ് അപ്പം. അതുകൊണ്ടാവണം യേശുവും അപ്പത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിച്ചത്. മനുഷ്യർക്ക് അപ്പമില്ലാത്ത അവസ്ഥ യേശുവിനെ ഏറെ വേദനിപ്പിച്ചിരുന്നിരിക്കണം. അപ്പമില്ലാത്തവരും അപ്പൻ്റെ മക്കളാണെന്ന ബോധ്യമാണ് വേദനയ്ക്ക് ആക്കം കൂട്ടിയത്. യേശുവിൻ്റെ സമയത്ത് അപ്പത്തിനായുള്ള വിളി കാലഘട്ടത്തിൻ്റെ നെടുവീർപ്പായി ഉയർന്നു. യേശു നിശ്ചയിച്ചുറച്ചു അപ്പം കൊടുക്കുക തന്നെ. അപ്പം കൊടുത്തില്ലെങ്കിൽ അവർ വഴിയരികിൽ വീണുപോകുമെന്ന് യേശുവിന് അറിയാം. വീണാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ആകണം ലൂക്ക 10:33 യേശു വീണവനെ കണ്ടിട്ട് കടന്നു പോകാതിരുന്നത്. 2-3. അപ്പമില്ലെന്നത് വലിയ പ്രശ്നമായി യേശു അറിഞ്ഞിരിക്കും, കണ്ടിരിക്കും, മനസ്സിലാക്കിയിരിക്കും, അനുഭവിച്ചിരിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം തന്നെ പ്രാർത്ഥനാ വിഷയമാക്കാൻ യേശു നിർബന്ധിതനായത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണല്ലോ യേശുവിൻ്റെ കർമ്മപദ്ധതിയും. യേശുവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ അനുഭവിക്കുവാനുള്ള ഒരു മാധ്യമമാണ് അപ്പം എന്നുകൂടെ നമുക്ക് ഓർത്തിരിക്കാം.
2:4. അപ്പം നിറഞ്ഞിരിക്കുന്ന ഭവനമാണ് പിതാവിൻ്റേത്. അപ്പം ശീതസംഭരണികളിൽ സംഭരിച്ച് വയ്ക്കാനല്ല, മറിച്ച് ഓരോ ദിവസത്തെയും അപ്പം ദൈവസ്നേഹത്തിൻ്റെ നീതിയിൽ ചുട്ടു നൽകണം. യോഹന്നാൻ 3:16. അങ്ങനെയുള്ള അപ്പത്തിനെ സ്വാദുള്ളൂ. ഈ അപ്പം ഇന്ന് തരണമേ, ഇവിടെ തരണമേ, ഇപ്പോൾ തരണമേ. അപ്പമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ജീവിതം മുഴുവനും മനുഷ്യർക്ക് അപ്പം കൊടുക്കുവാൻ യേശു തന്നെ ജീവൻ്റെ അപ്പമായി മാറി. 2:5. പങ്കുവയ്ക്കുന്ന അപ്പം സ്വർഗീയ അനുഭവമാണ്. ശിഷ്യരോടൊപ്പം അപ്പം പങ്കിടുന്ന സ്വർഗീയ ജെറൂസലേമിൻ്റെ ചിത്രം എത്രയോ അർത്ഥവത്തും ആഴമേറിയതുമാണ്. വെളിപാട് 3:20. മുറിക്കാൻ പഠിപ്പിച്ചു, മുറിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു. മുറിവിലൂടെയുള്ള അറിവ് പങ്കുവയ്ക്കുന്ന മുറിക്കപ്പെടുന്ന അപ്പം സ്വർഗീയ അനുഭവമാണെന്ന് യേശു വ്യക്തമാക്കി. ലൂക്ക 24:30-33 വരെ. 2:6. സ്വർഗത്തിൽ കയറാനും അപ്പമാണ് മാർഗം. അപ്പം, വെള്ളം, വസ്ത്രം, പാർപ്പിടം, സൗഹൃദ സന്ദർശനം ഇവയെല്ലാം സ്വർഗത്തിലേക്കുള്ള കോണിപ്പടികളാണ്. വഴിമുടക്കികളെ കാണാതെ പോകുന്നവർ ലൂക്ക 10:30 ഹൃദയം മന്ദീഭവിച്ചവരാണ്. ലൂക്ക 24:25. അവർ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ അവർ സാത്താൻ്റെ പിടിയിൽ പെട്ടുപോകും. അവർ നരകത്തിലേക്ക് പോകേണ്ടി വരും. അവരുടെ വഴി മുടക്കാതിരിക്കണം. മേൽപ്പറഞ്ഞ അടിസ്ഥാന ആവശ്യങ്ങൾ വലിയവർക്കല്ല വേണ്ടത്, എളിയവർക്കാണ്. കാരണം തിരികെ ചെയ്യാൻ അവർക്ക് ഒന്നുമില്ല. ലൂക്ക 14:14. അങ്ങനെ ആയാലേ ചെയ്തതിൽ പുണ്യമുള്ളൂ. അടിസ്ഥാന ആവശ്യങ്ങൾ മുടക്കുന്നവരോട് യേശുവിനൊരു സന്ധിയുമില്ല. ഉപസംഹാരം. മനുഷ്യർക്കിന്ന് ആവശ്യം അപ്പമാണ്, ആരോഗ്യമാണ്, അറിവാണ്, ആയുസ്സാണ്, ആലയമാണ്, അലിവാണ്. ഇവ ചോദിക്കുന്നവർക്ക് മിസൈലുകളും അതിൻ്റെ ഗവേഷണങ്ങളും അല്ല കൊടുക്കേണ്ടത്. ഇന്ന് മനുഷ്യൻ്റെ ജീവനെ സംരക്ഷിക്കുവാനും ബലപ്പെടുത്തുവാനുമുള്ള ഒരു ഉൾവിളിയാണ് യേശു ഈ അപ്പം വർദ്ധിപ്പിക്കലൂടെ നമുക്ക് നൽകുക. ഇന്ന് മനുഷ്യർക്ക് ആവശ്യം അപ്പനെയാണ്, അമ്മയെയാണ്, അനുജനെയാണ്, അനുജത്തിയാണ്, ആൻറ്റിയെയാണ്. ബന്ധങ്ങളിൽ സുദൃഢതയും ശാലീനതയും ഒക്കെ രൂപപ്പെടുമ്പോൾ മനുഷ്യരുടെ ആവശ്യമായി അപ്പമായി, അമ്മയായി, അനുജനായി, അനുജത്തിയായി നമുക്ക് മാറുവാൻ കഴിയും. അങ്ങനെ എല്ലാവരും ജീവിതം തൃപ്തിയോടെ ജീവിക്കുവാൻ, സംതൃപ്തിയോടെ ജീവിക്കുവാനുള്ള കൃപ കൊടുക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.